പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 2022 പുതിയ വത്സരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 2022 ദൈവം നമ്മളിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവം ഏറ്റവും കൂടുതൽ മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും? അത് കുടുംബത്തിൻ്റെ വിശുദ്ധിയാണ്. ഒരു കുടുംബം വിശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവനായിരിക്കുന്ന സമൂഹം വിശുദ്ധീകരിക്കപ്പെടും. സമൂഹം വിശുദ്ധീകരിക്കപ്പെട്ടാൽ ദേശം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടും. ദൈവം തന്നെ ഒരു കുടുംബം തിരഞ്ഞെടുത്ത് ആ കുടുംബത്തിൽ അവൻ ജനിച്ച് ലോകത്തെ രക്ഷിക്കാൻ വന്നത് കുടുംബം എന്ന ആ വലിയ സത്യം അവൻ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ 2022 നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകാതെ സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം സുവിശേഷങ്ങളുടെ ആദ്യ അധ്യായങ്ങളാണ്. പ്രത്യേകിച്ച് ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായവും 2-ാം അധ്യായവും നാം വായിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം ഈ സുവിശേഷ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. ഇന്ന് മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത്, അല്ലെങ്കിൽ കുടുംബത്തിലെ വ്യക്തികൾ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ആരെ പ്രതിയാണ്? നമുക്കറിയാം, ഈ 2021 മാതാപിതാക്കളുടെ കണ്ണുനീർ ഏറ്റവും കൂടുതൽ വീണത് മക്കളുടെ നഷ്ടങ്ങളെ ഓർത്താണ്. പഠിക്കാൻ പോയ സമയത്തായിരിക്കാം, രോഗങ്ങളായിരിക്കാം, ആക്സിഡൻറ്റുകളായിരിക്കാം. ഇതെല്ലാം നമ്മൾ പ്രത്യക്ഷത്തിൽ അറിയുന്നുണ്ടെങ്കിലും മൗനമായിട്ട് കണ്ണുനീരുകൾ ഒലിപ്പിക്കുന്ന കുറേ കുടുംബങ്ങൾ നമ്മുടെ മക്കൾ രഹസ്യമായി ചെയ്യുന്ന പാപങ്ങളെ ഓർത്താണ്. മദ്യപാനത്തിന്, മയക്കുമരുന്നിന്, വഴിവിട്ട ജീവിതങ്ങൾക്ക്, തെറ്റായ ബന്ധങ്ങൾക്ക്, കൂട്ടുകെട്ടുകൾക്ക് ഈ മക്കൾ പോകുമ്പോൾ തകരാത്ത ഹൃദയം ആരുടേതാണുള്ളത്? അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മക്കളെ നേടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹമുള്ളവരെ, സുവിശേഷത്തിൽ അതിനൊരു രഹസ്യം പറഞ്ഞിരുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 41 മുതൽ 52 വരെയുള്ള തിരുവചനം നമ്മളെല്ലാ ദിവസവും നമ്മുടെ മക്കളുടെ മാനസാന്തരം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്ന് വായിക്കുക. കാണാതെ പോയ തൻ്റെ കുഞ്ഞിനെ ദേവാലയത്തിൽ വെച്ച് കണ്ട ഒരപ്പൻ്റെ അമ്മയുടെ സന്തോഷമാണ് ആ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ കുഞ്ഞിനെ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തിയ ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും സന്തോഷം. ഇത് ഈ ഭൂമി ജന്മം നൽകിയ ഓരോ മാതാപിതാക്കൾക്കുമുള്ള സന്ദേശമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബം തകർന്നു പോകുന്നുണ്ടോ? ദേവാലയത്തിലേക്ക് വരിക. അവിടെ വെച്ച് കുഞ്ഞുങ്ങളെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ കുടുംബം തകരുന്നത് എവിടെയാണ്? ദേവാലയത്തിലേക്കുള്ള നമ്മുടെ വരവ് കുറയുമ്പോഴും, ദേവാലയത്തിലേക്കുള്ള നമ്മുടെ ബന്ധങ്ങൾ കുറയുമ്പോഴും, ദേവാലയവുമായിട്ടുള്ള നമ്മുടെ സംവിധാനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണ് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്. സ്നേഹമുള്ളവരെ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എല്ലാ തരത്തിലുമുള്ള സമൃദ്ധികളുണ്ട്. സാമ്പത്തികമായി, ആരോഗ്യപരമായി, സാമൂഹ്യപരമായി എല്ലാ സുരക്ഷിതത്വമുണ്ട്. പക്ഷെ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അവിടെ നോക്കിക്കഴിയുമ്പോൾ വളരെ കുറവാണ്. ബന്ധങ്ങൾക്ക് അവർ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്, പക്ഷെ കുടുംബ ബന്ധങ്ങൾക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട്? എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ തകരാൻ കാരണമെന്ന് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ നമുക്ക് പല കാരണങ്ങളും കാണാൻ പറ്റും. മക്കൾ അവർ അനുഗ്രഹം പ്രാപിക്കാത്തതിന് ബൈബിൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം മാതാപിതാക്കളുടെ അവിശ്വസ്തതയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 25 തൊട്ടുള്ള വചനത്തിൽ പറയുന്നുണ്ട്, അവരുടെ മക്കൾ വേര് പിടിക്കുകയില്ല, അവരുടെ മക്കൾ കായ്ഫലം നൽകുകയില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇലകൾ അത് ഫലങ്ങൾ പ്രായമെത്തുന്നതിന് മുമ്പ് തന്നെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയാണ്. അപ്പോൾ കുടുംബജീവിതം തകർന്നു പോകുന്ന, മക്കൾ ജീവിതത്തിൽ ബലവത്താകാത്തതിന് ഈ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് യിരെമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായം 11-12 തിരുവചനം. താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെപ്പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ. ജീവിതമധ്യത്തിൽ അതവനെ പിരിയും, അവസാനം അവൻ വിഡ്ഢിയാവുകയും ചെയ്യും. കുടുംബജീവിതത്തിന് സമ്പത്ത് ആവശ്യമാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് ജന്മം കൊടുക്കാൻ മാതാപിതാക്കൾ മടിക്കുന്നതിൻ്റെ ഒരു കാരണം
സുരക്ഷിതത്വമായ സന്തോഷപരമായ കുടുംബജീവിതത്തിന് സമ്പത്ത് ആവശ്യമായിട്ടില്ലെന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണം എന്താ? അവർ പറയുന്നെന്താ? എനിക്ക് ജോലിയായിട്ടില്ല, എനിക്കെൻ്റെ ഒരു സ്ഥിരതയായിട്ടില്ല, എനിക്കൊരു വരുമാനമായിട്ടില്ല, എനിക്കെൻ്റെ കൂടെ ഒരു ജീവിത പങ്കാളി വന്നാൽ നോക്കാനായിട്ടുള്ള പ്രാപ്തിയായിട്ടില്ല, ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു കുഞ്ഞിനും കൂടി ജന്മം കൊടുത്താൽ ആവശ്യമായ സമ്പത്തില്ല, ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കാനായിട്ട് എനിക്ക് സാധ്യമല്ല. അപ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് ജന്മം കൊടുക്കാൻ മടിക്കുന്നതിൻ്റെ ഒരു കാരണം സമ്പത്തില്ലെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സമ്പത്ത് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവം ഏദനിൽ കുടുംബജീവിതം സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. അവർക്കാവശ്യമായ ഭക്ഷണം, അവർക്കാവശ്യമായ സാമ്പത്തികമായിട്ടുള്ള എന്ന് വെച്ചാൽ ആ കാലത്ത് ആ സാഹചര്യത്തിന് ചുറ്റുപാടുകളും എല്ലാം കർത്താവ് ഒരുക്കിയിരുന്നു. അപ്പോൾ ജന്മം കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുടെ ആ ഒരു വ്യഗ്രത ഏദൻ തോട്ടത്തിൽ നമുക്ക് നന്നായിട്ട് കാണാം. എല്ലാം ഒരുക്കിയതിന് ശേഷമാണ് അവൻ ക്രമീകരിച്ചത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ലൂക്കോസിൻ്റെ സുവിശേഷം വായിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ടവരാണ് ജോസഫും മറിയവും. അവർക്ക് ജീവിക്കാനായിട്ട് ആ കുഞ്ഞിന് മുകൂശന്മാർ, രാജാക്കന്മാർ കാഴ്ചയർപ്പിച്ച പൊന്ന്, മോര്, കുന്തിരിക്കം. ആ കുഞ്ഞിനെ വളർത്തുവാൻ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്കാവശ്യമായ സാമ്പത്തികം, അവർക്കാവശ്യമായി ജീവിക്കാനായിട്ട് ദൈവം അവർക്ക് സമ്മാനമായിട്ട് ഇതാ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സമ്പത്ത് കുടുംബജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഈ സാമ്പത്തിക മേഖല തകരുന്നതോടുകൂടി കുടുംബ ബന്ധങ്ങളും തകർന്നു പോകുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ സമ്പത്ത് വാഴാത്തത്, സമ്പത്ത് നിലനിൽക്കാത്തത്? പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് യിരെമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഇതാ പ്രവാചകനോട് കർത്താവ് പറയുകയാണ്, താൻ ഇടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് നേടുന്നവൻ. കുടുംബം നന്നാകാൻ, മക്കൾ നന്നാകാൻ, കുടുംബത്തിൽ സ്ഥിരതയുണ്ടാകാൻ, നാളത്തെ ജീവിതം തന്നെ മനോഹരമാക്കുവാൻ, സേഫാക്കാൻ വേണ്ടി അന്യായമായി പണം സമ്പാദിക്കുന്നവൻ തൻ്റെ കുടുംബജീവിതത്തെ അപ്പാടെ തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തി അവന് വേണ്ടി മാത്രമാണ് സമ്പാദിക്കുകയും അവന് മാത്രമാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ വിഷമമില്ല. ഇതൊരു കുടുംബത്തിലെ ഒരു അംഗം കുടുംബത്തിന് വേണ്ടി ധനം സമ്പാദിക്കുമ്പോൾ തകരുന്നത് കുടുംബം കൂടി ഒന്നിച്ചാണ്. എത്രയോ കുടുംബങ്ങൾ നമുക്ക് ഉദാഹരണം പറയാനായിട്ട് സാധിക്കും. കൈക്കൂലി വാങ്ങുന്ന കുടുംബങ്ങൾ, കൈക്കൂലി വാങ്ങുന്ന ഒരു അപ്പൻ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ അപ്പൻ വാങ്ങുന്ന കൈക്കൂലി ആ അപ്പൻ അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവൻ്റെ കുടുംബത്തിനും ചെലവഴിച്ച് കഴിയുമ്പോൾ ഹബഹൂക്കിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ തുലാം വിളിച്ചു പറയും, ഭിത്തികൾ വിളിച്ചു പറയും, അന്യായമായി സമ്പാദിച്ച ഈ സമ്പത്തുകൾ അവൻ്റെ കുടുംബത്തിൻ്റെ ഓരോന്നും വലിച്ചെറിയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവം അനുവദിച്ചിരിക്കുന്ന, നമുക്ക് അധ്വാനിച്ച് നമുക്ക് ലഭിക്കുന്ന ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന പണം നമ്മുടെ മക്കൾക്ക് നമ്മൾ അർഹമായി പങ്കുവെച്ച് കഴിഞ്ഞാൽ മക്കളും നശിക്കുകയില്ല, കുടുംബവും നശിക്കുകയില്ല. സ്നേഹമുള്ളവരെ, പരിശോധിച്ച് നോക്കുക. നമ്മുടെ ചുറ്റുപാടുകളിൽ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, കൈക്കൂലി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. എന്നെ പൗരോഹിത്യ ശുശ്രൂഷ സഭ ഏൽപ്പിച്ചിട്ടുണ്ട്. സഭ അതിനുവേണ്ടി എനിക്കൊരു പ്രതിഫലവും നൽകിയിട്ടുണ്ട്. ഞാൻ ഈ പ്രതിഫലം വാങ്ങാൻ തയ്യാറായിക്കൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ശുശ്രൂഷകൾ ഞാൻ ചെയ്യാതിരിക്കുമ്പോൾ സത്യത്തിൽ അതെൻ്റെ പ്രതിഫലമല്ല, കൈക്കൂലിയായിട്ടാണ് മാറുന്നത്. 500 രൂപയ്ക്ക് ഒരു വ്യക്തിയോട് ജോലി ചെയ്യാനായിട്ട് ഉടമ്പടി ചെയ്തിട്ട് 100 രൂപയുടെ പോലും ജോലി ചെയ്യാതെ 500 രൂപ അവൻ വാങ്ങിയിട്ട് പോകുമ്പോൾ അത് അധ്വാനിക്കാതെ പണമെടുക്കുന്നത് അവൻ്റെ കൈക്കൂലിയാണ്. ഇത്തരത്തിൽ അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാതെ അവകാശങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ടും മാത്രം സ്വീകരിച്ചുകൊണ്ടും നാം മുന്നോട്ട് പോയാൽ അത് നമ്മുടെ കുടുംബജീവിതത്തെ അപ്പാടെ തകർത്ത് കളയും. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന
ഉത്തരവാദിത്തങ്ങളും ജോലികളും ഞാൻ കൃത്യമായി അത് പൂർത്തീകരിച്ച്, ഞാൻ ഏത് വ്യക്തി ആയിക്കോട്ടെ, ഗവൺമെൻറ്റിലായിക്കോട്ടെ, പ്രൈവറ്റിലായിക്കോട്ടെ, ഏത് സെക്ടറിലും ആയിക്കോട്ടെ, ആയിരിക്കുന്ന സെക്ടറുകളിൽ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ പൂർത്തീകരിച്ച് എനിക്ക് ലഭിക്കുന്ന പ്രതിഫലം എനിക്കും എൻ്റെ മക്കൾക്കും അത് വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്, അത് ഭക്ഷിക്കാൻ സാധിക്കും, ആ പണം നഷ്ടപ്പെടുകയില്ല. എന്നാൽ എനിക്കർഹതപ്പെടാത്ത പണം ഞാൻ എൻ്റെ കുടുംബത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ സർപ്പവിഷമുള്ള കൊത്താൻ ഒരുങ്ങിയിരിക്കുന്ന പാമ്പിന് തുല്യമാണെന്ന സത്യം നമ്മൾ തിരിച്ചറിയുക. എപ്പോൾ വേണമെങ്കിൽ നമ്മളെ ആക്രമിക്കാം, അത് എപ്പോൾ വേണമെങ്കിൽ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകാവുന്നതാണ്. കൈക്കൂലി മാത്രമല്ല, അന്യായമായി സമ്പാദിക്കുന്ന ഏത് മാർഗങ്ങളും കുടുംബജീവൻ തകർത്ത് കളയും. ഒരു കുടുംബത്തിൽ അപ്പൻ, അമ്മ, സഹോദരങ്ങളുണ്ട്. ഒരുപക്ഷെ സഹോദരിയുടെ വിവാഹം കഴിച്ചു, അവർക്ക് അർഹമായ രീതിയിൽ ആ കാലഘട്ടത്തിൽ അവർക്ക് സ്ത്രീധനമോ അല്ലെങ്കിൽ മറ്റ് ഗിഫ്റ്റുകളെല്ലാം കൊടുത്തു വിട്ടു. സഹോദരന്മാർ സ്വത്ത് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ തൻ്റെ സഹോദരന് അർഹതപ്പെടുന്ന സമ്പത്ത് അവന് കൊടുക്കാതെ അത് സ്വന്തമാക്കി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ സ്വന്തമാക്കിയ സമ്പത്ത് അനുഭവിക്കാൻ മക്കൾക്ക് സാധിക്കുകയില്ലെന്ന് സത്യം തിരിച്ചറിയുക. ഈ സമ്പത്ത് അവൻ്റെ കുടുംബത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അവൻ്റെ കുടുംബസമാധാനം, അവൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് തിരിച്ചറിയുക. നമ്മൾ അധ്വാനിക്കുന്ന മനുഷ്യരെ കാണാറുണ്ട്, അധ്വാനിച്ചവർ സമ്പത്ത് സ്വീകരിക്കാറുണ്ട്. ഒരിക്കലും തെറ്റല്ല, അധ്വാനിക്കണം, സമ്പത്ത് സ്വീകരിക്കണം, പാപമല്ലത്. പക്ഷേ സമ്പാദിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്ന ജോലിക്കാരനെ കൊണ്ട് ജോലി എടുപ്പിച്ചിട്ട്, ഒരുപക്ഷെ നമ്മൾ വലിയ എസ്റ്റേറ്റൊക്കെ പണിതിട്ടുണ്ടാകും, ഒരുപക്ഷെ നമ്മൾ വലിയ സാമ്പത്തികമായിട്ട് നമ്മൾ വലിയ ബിൽഡിങ്ങുകൾ പണിതിട്ടുണ്ടാകാം, ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തിക സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ പല വ്യക്തികളെയും ഉപയോഗിച്ചുകൊണ്ട് സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അർഹതപ്പെട്ടവന് കൂലി കൊടുക്കാതെയാണ് നമ്മളത് ചെയ്തിരുന്നെങ്കിൽ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, നീ പിടിച്ചു വെച്ചിരിക്കുന്ന കൂലിയുണ്ടല്ലോ, നിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി കളയും. ഞാൻ ഈ അടുത്തിടെ ഒരു കുടുംബത്തിൽ ഭവന സന്ദർശനത്തിന് പോകാനിടയായി. അറിയപ്പെടുന്ന ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലെ സംരംഭകരാണവർ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ അതിൻ്റെ ആ കൺസ്ട്രക്ഷൻ്റെ ഓണറായ വ്യക്തി എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ച ചില സത്യങ്ങളുണ്ട്, ഞാൻ ആ സത്യങ്ങൾക്ക് മാത്രം നിലകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വലിയ ലാഭങ്ങളൊന്നും എനിക്കില്ല, പക്ഷേ ദൈവം എന്നെ അനുദിനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായത് എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. എൻ്റെ അപ്പൻ എന്നും ജോലിക്ക് പോകുമ്പോൾ എൻ്റെ അമ്മയോട് അപ്പം വിളിച്ചു പറയും, പോകാൻ നേരത്ത് പറയും, നീ പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പ്രാർത്ഥനയാണ് അപ്പൻ ആവശ്യപ്പെടുന്നത്? അച്ഛാ, ജോലി സ്ഥലത്ത് അപകടമുണ്ടാകരുതെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നമുക്കുണ്ടായ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു കൺസൾട്ടൻസി കാണാൻ വേണ്ടി പോവുകയാണ്, ആ ഡീൽ ഉറപ്പിക്കണമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അപ്പൻ എൻ്റെ അമ്മയോട് പറയുന്നത് ഇങ്ങനെയാണ്, നീ എന്നും പ്രാർത്ഥിക്കണം, അർഹതപ്പെടാത്തവൻ്റെ ഒരു പണം ഈ കോമ്പൗണ്ടിലേക്ക് വരാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കത് മാത്രമേ ചെയ്യാനുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മളത് തിരിച്ചറിയണം. ജീവിതത്തിൽ എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും അർഹതപ്പെടാത്ത പണം വരാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് അർഹതപ്പെടാത്ത പണം നമ്മുടേതല്ല, അത് മറ്റാരുടെയോ ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു തത്വമുണ്ടല്ലോ, ഒരാൾക്ക് ലാഭം കിട്ടിയെങ്കിൽ മറ്റൊരാളുടെ നഷ്ടമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ സാമ്പത്തിക മേഖലകളിൽ നമ്മൾ കാണിക്കുന്ന അവിശ്വസ്തത നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം തകർത്ത് കളയുമെന്ന സത്യം തിരിച്ചറിയുക. താനിടാത്ത മുട്ടയ്ക്ക് അടിയിരിക്കുന്ന തിത്തിരി പക്ഷിയെപ്പോലെയാണ് കൈക്കൂലി വാങ്ങുന്നവൻ, കള്ളത്തരങ്ങൾ കാണിക്കുന്നവൻ, വെട്ടിപ്പ് തട്ടിപ്പ് കാണിക്കുന്നവൻ, മായം ചേർക്കുന്നവൻ. ഈ സമ്പത്ത് കൊണ്ട് അവൻ്റെ മക്കൾക്ക് സ്ഥിരതയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. എന്നാൽ ദൈവത്തെ പ്രതിയും സത്യത്തെ പ്രതിയും നാം നിലകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെപ്പോലെ അനുഗ്രഹിക്കപ്പെടുന്നത് വേറെ ആരാണ്? ബൈബിളിൻ്റെ ചരിത്രം പരിശോധിക്കുക. സാമ്പത്തിക മേഖലയിൽ ഏറ്റവും ഉന്നതനാണ് അബ്രാഹാം. അബ്രാഹാം അധ്വാനിച്ച് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരും സൈന്യാധിപന്മാരും വന്നിട്ട് പറഞ്ഞു, ഇതാ നമുക്കിത് വീതം വയ്ക്കാം, കൊള്ളയടിച്ച് മുതൽ വീതം വയ്ക്കാം, നീ ഈ ഭാഗം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അബ്രാഹാം പറഞ്ഞൊരു വാക്കുണ്ട്, ഇതേ രാജാക്കന്മാരെ, ഞങ്ങൾക്കൊന്നും നിങ്ങൾ തരേണ്ട കാര്യമില്ല, ഒരു ചെരുപ്പിൻ്റെ വാറ് പോലും ഞാൻ നിങ്ങളിന്ന് സ്വീകരിക്കില്ല. കാരണം
അബ്രാഹാമിനെ സമ്പന്നനാക്കിയത് നിങ്ങളാണെന്ന് പറയാതിരിക്കാൻ എനിക്ക് നിങ്ങളുടേതായി ഒന്നും തന്നെ വേണ്ട. ഓഫർ കിട്ടിയത് വേണ്ടെന്ന് വെച്ച അബ്രാഹാം അവൻ്റെ സഹോദരൻ്റെ പുത്രനുമായി സ്വത്ത് വീതം വെക്കുമ്പോൾ സംഭവിച്ചൊരു കാര്യമുണ്ട്. ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്. അബ്രാഹാം പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ ഏത് ഭാഗമെടുത്താലും എനിക്ക് അതിന് വിപരീതമായ സ്ഥലം മതി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അബ്രാഹാം സഹോദരനുമായിട്ട് അവൻ സ്വത്ത് വിഭജനം ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം, എനിക്ക് എൻ്റെ ദൈവം തരുന്നത് മതി എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഒരു വഴിക്ക് വേണ്ടി, ഒരു മരത്തിന് വേണ്ടി, ഒരു സെൻറ്റ് സ്ഥലത്തിന് വേണ്ടി, എന്തിന് ഒരു 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 മീറ്റർ സ്ഥലത്തിന്, ഒരു അടിക്ക് സ്ഥലത്തിന് വേണ്ടി വിട്ടുകൊടുക്കാതെ ചതി കാണിച്ച് വഞ്ചിച്ച് പറ്റിച്ച് നാം സ്വീകരിച്ച സമ്പത്തുകളോ സ്വത്തോ മുതലുകളോ നമ്മുടെ മക്കൾക്ക് ഉപകരിക്കപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതിൻ്റെ മുകളിൽ ശാന്തമായി കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ടോ? എത്രയോ സ്വത്തുള്ള കുടുംബങ്ങൾ, എത്രയോ ഏക്കർ കണക്കിന് ഭൂമിയുള്ള വ്യക്തികൾ സമാധാനം സന്തോഷമില്ലാതെ അസ്വസ്ഥപ്പെടുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ തിരിച്ചറിയുക, എനിക്ക് ഈ കിട്ടിയ സമ്പത്ത് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട് തന്നെയാണോ കിട്ടിയിരിക്കുന്നത്? എൻ്റെ സഹോദരങ്ങൾക്കും കൂടി അർഹതപ്പെട്ട സ്വത്താണോ ഞാൻ കൈക്കലാക്കിയത്? എൻ്റെ സഹോദരിക്കും കൂടി അർഹതപ്പെട്ട സ്വത്താണോ ഞാൻ കൈക്കലാക്കിയിരിക്കുന്നത്? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വേറൊരുത്തിൻ്റെ കണ്ണുനീര് വീണ സ്വത്താണോ ഞാനിത് കെട്ടിപ്പിടിച്ച് വച്ചിരിക്കുന്നത്? ഇതൊരിക്കലും നമുക്കോ നമ്മുടെ മക്കൾക്കോ സ്വസ്ഥമായോ ശാശ്വതമായിട്ടോ ആസ്വദിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ സമ്പത്ത് നിലനിൽക്കണമെങ്കിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ സമ്പത്ത് നമുക്ക് ലഭിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ഈ 2022 പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് ലഭിച്ച സമ്പത്ത് അർഹതപ്പെട്ട സമ്പത്ത് തന്നെയാണോ? ഏതെങ്കിലും തരത്തിൽ അന്യായപ്പെട്ടവൻ്റെ കണ്ണുനീര് ഇതിനകത്ത് കിടപ്പുണ്ടോ? ഉണ്ടെങ്കിൽ കരുണ കാണിക്കണമേ. സത്യത്തിൽ ദശാംശങ്ങളും വഴിപാടുകളൊക്കെ ഇത്തരത്തിലുള്ള കണ്ണുനീരുകളും പാവപ്പെട്ടവരോട് നമ്മൾ കാണിക്കുന്ന കാരുണ്യമൊക്കെ ഇത്തരത്തിലുള്ള കണ്ണുനീരുകൾ ഒപ്പുന്നതിനും നമ്മുടെ സമ്പത്ത് സുരക്ഷിതമായി നിലനിൽക്കുന്നതിനും സാധ്യമാണ്. ഇതുകൊണ്ടാണ് നാം പരിശോധിച്ച് നോക്കുക, ദശാംശം കൊടുക്കുന്ന വ്യക്തികൾ ഏറ്റവും കൂടുതൽ ദശാംശം കൊടുക്കുന്നത് ഇന്ന് ഈ അപ്പോസ്തോലിക സഭകളേക്കാൾ കൂടുതൽ പ്രോട്ടസ്റ്റൻ്റ് സഭയിലെ സഹോദരങ്ങളാണ്. പക്ഷേ സാമ്പത്തിക മേഖലയിൽ ദൈവം അവർക്കൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണത്? കർത്താവിൻ്റെ ദശാംശം ദേവാലയത്തിനും പാവപ്പെട്ടവനും അത് വിഭജിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ തലമുറയിൽ വന്നു പോയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കണ്ണുനീരുകൾ അതിന് പരിഹാരമായി തീരുന്നു എന്നുള്ള സത്യം കൂടി നാം തിരിച്ചറിയുക. അപ്പോൾ സാമ്പത്തിക മേഖലയിൽ ശാപങ്ങളെന്ന് പറയുന്ന ഇത്തരത്തിലുള്ളതായ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, ക്രമക്കേടുകൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ കുടുംബജീവിതം തകർന്നു പോകും. 2, സാമ്പത്തിക മേഖല തകർന്നു പോകുന്നത് ശാപങ്ങൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടുമുണ്ട്. ചില മനുഷ്യരുടെ ഒരു അന്ധവിശ്വാസമാണ്, കൈകളിങ്ങനെ പിടിക്കും, എന്നിട്ട് പറയും ഇതിനകത്ത് കൈയുടെ വിടവ് നോക്കും, എന്നിട്ട് പറയും ഇതിനകത്ത് പണം നിൽക്കത്തില്ല. സ്നേഹമുള്ളവരെ, കയ്യിലിരിപ്പിൻ്റെ ഗുണം കൊണ്ടാണ്, നമ്മുടെ കയ്യിലിരിപ്പ് അതിൻ്റെ ഗുണം കൊണ്ടാണ് സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ലാതെ കയ്യിൻ്റെ വിടവ് കൊണ്ടല്ല. ദൈവം എല്ലാ കാര്യത്തിനും ഒരു ജ്ഞാനം നൽകിയിട്ടുണ്ട്. സമ്പത്ത് അത് ക്രയവിക്രയം നൽകുവാനായിട്ട് ദൈവം ഒരു ജ്ഞാനം ക്രമീകരിച്ചിട്ടുണ്ട്. ആ ജ്ഞാനമാണ് ആ സമ്പത്തിനെ നിലനിർത്തുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ ജ്ഞാനി ശലോമോനായിരുന്നു. ശലോമോൻ്റെ ഇസ്രായേൽ രാജ്യത്തിൻ്റെ വിഭജനം, അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ശലോമോൻ രാജാവിൻ്റെ അത്രയും ഭംഗിയായിട്ടുള്ളൊരു സംവിധാനം അതിനു മുൻപോ അതിന് ശേഷമോ ഉണ്ടായിട്ടില്ല. ശലോമോൻ്റെ മകൻ രാജാവായി കഴിഞ്ഞപ്പോൾ ജ്ഞാനം അവനുണ്ടായിരുന്നില്ല. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ശലോമോനെക്കുറിച്ച് ജ്ഞാനമാണെന്ന് പറയുന്നതെങ്കിൽ ശലോമോൻ്റെ മകനെക്കുറിച്ച് പറയുന്നത് വിഡ്ഢിത്തത്തിൽ ഒന്നാമനെന്നാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? ആ രാജ്യം അപ്പാടെ തകർന്ന് തരിപ്പണമായിപ്പോയി. സ്വർണവും വെള്ളിയും കല്ലിനും മണ്ണിനും തുല്യമെന്ന പോലെയാണ് ശലോമോൻ്റെ കാലത്ത് കിടന്നത്. എന്നാൽ അതിന് ശേഷം വന്നപ്പോൾ അതെല്ലാം ദാരിദ്ര്യത്തിൻ്റെ കൂമ്പാരങ്ങളിലേക്ക് മാറി. എന്തുകൊണ്ടാണ്? ദൈവം തന്ന ജ്ഞാനം അത് കൃത്യസമയത്ത് ഉപയോഗിക്കാതെ നമ്മൾ സമ്പത്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? സമ്പത്ത് അധ്വാനിച്ച് അർഹതപ്പെട്ട രീതിയിൽ വേണം ഭക്ഷണം കഴിക്കുവാനും സ്വീകരിക്കുവാനും. ഒരിക്കലും അലസന്മാരായിട്ട് ജീവിക്കരുത്. പലപ്പോഴും നമ്മുടെ ഒക്കെ കുടുംബങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത, നമ്മൾക്ക് അപ്പനും അമ്മയ്ക്കും സമ്പത്തുണ്ടെങ്കിൽ അത് ആഘോഷമായി ധാരാളിത്തമായിട്ട് തീർക്കുന്നൊരു മക്കളെയാണ് കാണുന്നത്. എന്നാൽ അധ്വാനിച്ചുകൊണ്ട് മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന
തലമുറകളും ആ വിവേകമുള്ള മാതാപിതാക്കളും വളരെ കുറവാണ്. പലപ്പോഴും മാതാപിതാക്കൾ ഞങ്ങളൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടവരാണ്, ദാരിദ്ര്യം അനുഭവിച്ചവരാണ്, ഞങ്ങൾക്കൊന്നും നല്ല ഭക്ഷണം ഉണ്ടായിരുന്നില്ല, പഠിക്കാൻ സാഹചര്യമുണ്ടായിരുന്നില്ല, ഞങ്ങൾക്കൊന്നും ലഭിക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്കിത് ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് വാരിക്കോരി കൊടുക്കുന്നുണ്ട്. നല്ലതാണ്, പക്ഷേ അത് അപകടമാണ് സഹോദരങ്ങളെ. നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ചാരിറ്റി മേഖലയിൽ നിരാശ തോന്നിയ സംഭവങ്ങളുണ്ട്. ഞാൻ വൈദികനായിട്ട് 21 വർഷമായി. 21 വർഷങ്ങൾക്ക് മുമ്പും ചാരിറ്റി ചെയ്തവൻ 21 വർഷവും കഴിഞ്ഞിട്ട് ഇപ്പോഴും ചാരിറ്റി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരു ഗതിയും ഒരു പുരോഗതിയില്ലാത്ത വ്യക്തികൾ. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ദൈവം കൊടുത്ത ജ്ഞാനം അതിനുപയോഗിക്കുന്നില്ല, വളരാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഇതൊരു അലസമായിട്ടോ അതല്ലെങ്കിൽ ഇതൊരു സുഖമായിട്ടോ കരുതുന്ന എത്രയോ ജന്മങ്ങളാണുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് ധൂർത്തെന്ന് പറയുന്നത്. കിട്ടുന്നത് ആഘോഷങ്ങൾക്ക് അടിച്ചു തീർത്തുകൊണ്ടിരിക്കുക. നമുക്ക് ജീവിക്കാനുള്ളതായിരിക്കാം, നാളത്തേക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെക്കേണ്ടതായിരിക്കാം, പക്ഷേ അത് ഓരോ ആർഭാടങ്ങൾ കാണിച്ച് ധൂർത്ത് കാണിച്ച് മറ്റുള്ളവൻ്റെ മുമ്പിൽ ഷോ കാണിക്കാൻ വേണ്ടി മറ്റുള്ളവനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കരുതി വെക്കുന്ന എത്രയോ സമ്പത്തുകളാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. ഇതെല്ലാം കുടുംബത്തിൻ്റെ അടിത്തറ മാന്തുന്ന കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ സമ്പത്ത് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. യേശു ക്രിസ്തു അവൻ ഉപയോഗിച്ച സമ്പത്താണ് അവൻ അപ്പം വിതരണം ചെയ്തത്. ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ജനത്തിന് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. യേശു ശിഷ്യന്മാരോട് കൈകൾ നീട്ടി അപ്പം വാങ്ങി അത് വാഴ്ത്തി കൊട്ടക്കണക്കിനെടുത്തിട്ട് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുകയല്ല ചെയ്തത്. അവൻ അപ്പം കൊടുക്കുന്നതിന് മുമ്പ് ഈ അപ്പോസ്തലന്മാരോട് പറഞ്ഞു ജനത്തെ പന്തിയായിട്ട് ഇരുത്താൻ പറഞ്ഞു. അവൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ആൾക്കാർ ഇരുത്തിയത്. അതിനുശേഷം ആ അപ്പം എന്ത് ചെയ്തു? വിഭജിച്ച അപ്പം അവരെ കൊണ്ട് വിളമ്പി. അതിനുശേഷം എന്ത് ചെയ്തു? ബാലൻസ് വന്നത് അവരോട് പറഞ്ഞു, കൊട്ടകളിൽ ശേഖരിച്ചത് കരുതി വെക്കാനായിട്ട് അവൻ പറഞ്ഞത്. ഇത് അത്ഭുതം കിട്ടിയ അപ്പമാണല്ലോ എന്നോർത്ത് കളയുകയല്ല ചെയ്തത്. നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ചില ചിന്തകളുണ്ട്. മക്കൾക്ക് പലപ്പോഴും അപ്പനും അമ്മയും അധ്വാനിച്ച പണത്തിൻ്റെ വില മനസ്സിലാക്കാതെ ദൂർത്തടിക്കുന്നത് കാണാൻ പറ്റും. കൂട്ടുകാരുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ എത്രയോ തരത്തിലാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ മാതാപിതാക്കൾ വന്ന് കരഞ്ഞിട്ട് പറയുകയാണ്, മൊബൈൽ ഫോൺ കിട്ടാത്തതിന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കുഞ്ഞുങ്ങൾ, ബൈക്ക് വാങ്ങിത്തരാത്തതിന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അപ്പനോടും അമ്മയോടൊക്കെ കഠിനമായിട്ട് പ്രതികരിച്ച് ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഭക്ഷണം കഴിക്കാതെ വളരെ വികലമായിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പനും അമ്മയ്ക്കും വാഹനം വാങ്ങിത്തന്നാൽ എന്താ കുഴപ്പം? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ അധ്വാനിക്കണം, നമ്മളതിൻ്റെ വില മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ വില കിട്ടാതെ നമുക്ക് വല്ലതും ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളത് വിലയില്ലാതെ നശിപ്പിച്ച് കളയും സഹോദരങ്ങളെ. ധൂർത്ത് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം തകർത്ത് കളയും. അന്യായമായ സമ്പാദ്യത്തിലൂടെ പണം സമ്പാദിച്ചാൽ കുടുംബജീവിതത്തിൽ നമുക്ക് സ്വസ്ഥത ലഭിക്കുകയില്ലെന്ന് സത്യം തിരിച്ചറിയുക. ജ്ഞാനം നമുക്ക് ലഭിക്കണമെങ്കിൽ ഹൃദയം എപ്പോഴും വിശുദ്ധമായിരിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കില്ല, പാപത്തിന് അടിമപ്പെട്ട ശരീരത്തിൽ അത് വസിക്കുകയുമില്ല. അപ്പോൾ ദൈവീക ജ്ഞാനം നമ്മളിൽ ഉണ്ടാകാനാണ് നമ്മൾ നിരന്തരം കുമ്പസാരിക്കുന്നത്, നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ നിരന്തരം കുമ്പസാരിക്കുകയും പാപം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോവുകയും ദൈവിക ജ്ഞാനം നമ്മൾ ലഭിക്കുകയും ചെയ്യുമ്പോൾ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കും. ഇതാണ് 1 തിമോത്തിയോസ് 6-ാം അധ്യായം 3 തൊട്ട വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം പണസമ്പാദമല്ല, നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് തന്നോളും. മത്തായി 6-ാം അധ്യായം 33 നിങ്ങൾ ദൈവരാജ്യം ആദ്യം അന്വേഷിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കർത്താവ് തന്നുകൊള്ളും. നാളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. സ്വർഗസ്ഥനായ പിതാവിനറിയാം നിങ്ങൾക്ക് നാളെ ഇന്നത് വേണം. അവനെല്ലാം ക്രമീകരിക്കുന്നവനാണ്, അവനെല്ലാം ഓർഡറായിട്ട് ചെയ്തു തരുന്നവനാണ്. പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവിക ജ്ഞാനം നമുക്കുണ്ടാകണം. അപ്പോൾ കുടുംബജീവിതത്തിൽ സമ്പത്ത് നിലനിൽക്കണമെങ്കിൽ അതിനേറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവിക ജ്ഞാനം. പോഷത്വങ്ങൾ നമ്മൾ എടുത്തു കളയണം. സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയണമെങ്കിൽ ബൈബിളിൽ പ്രഭാഷകൻ എന്ന് പറഞ്ഞ പുസ്തകം, സുഭാഷിതം എന്ന് പറഞ്ഞ പുസ്തകങ്ങൾ നിങ്ങൾ വളരെ ശാന്തമായിട്ടിരുന്ന് വായിച്ച് മനസ്സിലാക്കുക. സമ്പത്ത് സൂക്ഷിച്ചു വെക്കണം, സമ്പത്ത് വേലി കെട്ടി സൂക്ഷിക്കണം, സമ്പത്ത് അർഹതപ്പെടാത്തവന് കൊടുക്കരുത്, സമ്പത്ത് പാപിക്ക് ദാനം ചെയ്യരുത്, സമ്പത്ത് അത് കൃത്യമായിട്ട് കണക്കുകൾ വെച്ച് സൂക്ഷിക്കണം. കൂട്ടുകാരനുമായിട്ടും മറ്റ് ബന്ധങ്ങളിലും നിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായിരിക്കണം, അതിന് എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം, അതെല്ലാം ക്ലിയറായിട്ട് അത് ബന്ധങ്ങൾ മുറിയാത്ത രീതിയിൽ ചെയ്യണമെന്ന് എത്രയോ വ്യക്തമായിട്ടാണ് എഴുതിയിരിക്കുന്നത്.
ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയായി സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്കത് മനസ്സിലാകാത്തതിൻ്റെ കാര്യം എന്താണ്? നമ്മുടെ ചില മനുഷ്യരുണ്ട്, എത്ര കേട്ടാലും മനസ്സിലാകില്ല, എത്ര കണ്ടാലും മനസ്സിലാകില്ല, എത്ര പഠിച്ചാലും എത്രയ്ക്കെല്ലാം തരത്തിലാണ് പെട്ടെന്ന് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കള്ളത്തരങ്ങളും എന്തെല്ലാം ചതികളിലുമാണ് ചെന്ന് ചാടുന്നത്. ദൈവിക ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ദൈവിക ജ്ഞാനമാണ് കുടുംബത്തിൽ സമ്പത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. 2, നിഷ്കളങ്കമായ പണമാണ് നിലനിൽക്കുന്ന പണം. അന്യൻ്റെ അർഹതപ്പെടാത്തത് സ്വീകരിക്കരുത്. 3, മാതാപിതാക്കളുടെ അനുഗ്രഹം കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മകൾക്ക് കൊടുക്കുന്നതാണ് സ്ത്രീധനം എന്ന രീതിയിൽ പണം കൊടുക്കുന്നുണ്ട്, അവകാശം കൊടുക്കാറുണ്ട്. എന്നാൽ ചില മക്കളെ സംബന്ധിച്ച് എത്ര കിട്ടിയതും പോരാ. അത് ചില ഭർത്താക്കന്മാർക്ക് ഭാര്യമാരുടെ വീടുകളിൽ നിന്ന് എത്ര കിട്ടിയതും പോരാ എന്ന് പറയും. ഇത്തരത്തിൽ ആർത്തി പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയുക, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല. അത് നിൻ്റെ മക്കൾക്ക് സ്വസ്ഥമായിട്ട് അനുഭവിക്കാൻ സാധിക്കില്ല. ഉള്ളതുകൊണ്ട് നീ തൃപ്തിപ്പെടുക. നിൻ്റെ അപ്പൻ വീതം വെക്കുമ്പോൾ ആ വീതം വെക്കുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് സാധിക്കണം. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കളോട് ഈ കാര്യത്തിൽ എനിക്ക് വളരെ നന്ദിയുള്ളവനാണ്. ഞാനൊരു പുരോഗതിനായി തീർന്ന് എൻ്റെ കുടുംബത്തിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ 5 പേരാണുള്ളത്, 4 സഹോദരങ്ങളാണുള്ളത്. അപ്പം ഞങ്ങളുടെ വീതം വെക്കുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വയനാട് സ്വദേശിയാണ്. അപ്പം പറഞ്ഞു, കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ച് നമുക്ക് വീതം വെക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വേണ്ട അപ്പൻ അധ്വാനിച്ചതാണ്, അപ്പൻ്റെ അപ്പൻ തന്നതാണ്, അപ്പന് ഇഷ്ടമുള്ളത് ഞങ്ങൾക്ക് തന്നാൽ മതി. ഞങ്ങളെല്ലാം ഒന്ന് ധ്യാനങ്ങളെല്ലാം കൂടി ഞങ്ങളെല്ലാം ഒരുമിച്ച് കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ അപ്പൻ വീതം വയ്ക്കാൻ തീരുമാനമെടുത്തത്. മൂത്ത മകനോട് അപ്പൻ ചോദിച്ചു, ഞാൻ നിനക്ക് എന്താണ് തരേണ്ടത്? അപ്പം എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, എൻ്റെ അപ്പൻ എനിക്ക് തരുന്നത് മാത്രം മതി. രണ്ടാമത്തെ ഞാനാണ്. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു പുരോഹിതനാണ്, ഞാൻ ദൈവത്തിന് സ്വന്തമാണ്, എനിക്ക് ഭൂമിയിൽ സമ്പത്തിൻ്റെ മേഖലയിൽ പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം മതി. മൂന്നാമത്തെ സഹോദരനോട് ചോദിച്ച് പറഞ്ഞു, ജ്യേഷ്ഠന്മാർക്ക് 2 പേർക്കും കൊടുത്തതിന് ശേഷം എനിക്ക് മതി. നാലാമത്തിനോട് ചോദിച്ചും പറഞ്ഞു, ഞാനിന്ന് ഒരു പട്ടാളത്തിൽ ജോലിക്കാരനാണ്, എനിക്ക് സമ്പത്തൊന്നും ഇപ്പോൾ നോക്കാനായിട്ട് സാധിക്കുകയില്ല, രാജ്യത്തെ സേവിക്കാൻ പോകുന്ന ഞാൻ എൻ്റെ സമ്പത്ത് നോക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പൻ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിവെക്കുക. സ്നേഹമുള്ളവരെ, എൻ്റെ അപ്പൻ അന്ന് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ അമ്മ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പായിട്ട് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം അപ്പൻ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, എൻ്റെ മക്കൾക്ക് സമ്പത്ത് കൊടുക്കാനായിട്ട് എനിക്കുള്ള ജ്ഞാനമില്ല, കഴിവില്ല. കാരണം 4ാം ക്ലാസ് വിദ്യാഭ്യാസം എൻ്റെ അപ്പനുള്ളൂ. അപ്പോൾ അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവമേ, ഞാൻ എൻ്റെ മക്കളുടെ പേര് എഴുതും, അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളും ഞാൻ എഴുതിയിടും, ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇത് എടുക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്നത് ദൈവഹിതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളൊക്കെ പണ്ട് കള്ളനും പോലീസൊക്കെ കളിക്കുന്നൊരു കളിയുണ്ട്. അതിൽ മന്ത്രിക്ക് ഇത്ര പോയിൻ്റ്, രാജാവിന് ഇത്ര പോയിൻ്റ്, കള്ളനെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പേപ്പറെല്ലാം കുലുക്കി അങ്ങനെ കുലുക്കും. ഇതുപോലെ എൻ്റെ അപ്പൻ ഞങ്ങളുടെ 4 പേരുടെയും പേരെഴുതിയിട്ടു, അതിനുശേഷം സ്ഥലങ്ങളും എഴുതിയിട്ടു, ഇങ്ങനെ കുലുക്കി ഏറ്റവും ആദ്യം എൻ്റെ ജ്യേഷ്ഠൻ്റെ കൂടി കൊടുത്തു. അവനോട് പറഞ്ഞ് നീ എടുത്തോളാൻ പറഞ്ഞു. എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, എൻ്റെ അനുജന് കൊടുത്തേക്കാൻ പറഞ്ഞു. അവനെടുത്തു. അതിനുശേഷം ഏറ്റവും ഇളവിന് എല്ലാം കഴിഞ്ഞ ശേഷം എനിക്കെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വായിച്ചു നോക്കിയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, എൻ്റെ കുടുംബത്തിലെ വീതം വെപ്പ് ഇങ്ങനെയായിരുന്നു. പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു വീതം വെപ്പായിരുന്നു. ഞങ്ങൾ ഇത്രയും വർഷങ്ങളായി, എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ മരിച്ചുപോയി. ഞങ്ങൾക്ക് സാമ്പത്തിക മേഖലയിൽ ഇന്ന് വരെ ആരോട് പരാതിയോ സങ്കടങ്ങളോ ഒന്നും തന്നെയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അനുഗ്രഹിച്ച് മാതാപിതാക്കൾ തന്നു കഴിഞ്ഞാൽ അത് മക്കൾക്ക് ഫലവത്തമാണ്. അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹമായിരിക്കണം. അത് സ്ത്രീധനമാണെങ്കിലും അത് അപ്പൻ്റെ സ്വത്താണെങ്കിലും ശരി, സന്തോഷത്തോടെ സ്വീകരിക്കുക. അതാണ് നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുക. 2022 നമുക്ക് ലഭിച്ച സമ്പത്ത് ശാപമില്ലാത്തതാകട്ടെ, മാതാപിതാക്കളുടെ അനുഗ്രഹമുള്ളതായി തീരട്ടെ, ജ്ഞാനമുള്ള സമ്പത്തായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ച സമ്പത്തുകളെല്ലാം സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി അബ്രഹാമിനെ സംരക്ഷിച്ചതുപോലെ, ഇസഹാക്കിനെ സംരക്ഷിച്ചതുപോലെ, യാക്കോബിനെ സംരക്ഷിച്ച് വലിയവനാക്കിയതുപോലെ നമ്മളെയും അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.